പ്രകാശിയുടെ അമ്മയായി പോയി, അല്ലെങ്കിൽ ഞാൻ വല്ലതും ഞാൻ പറഞ്ഞാലാണ്. ഇരിക്കവിടെ. നിനക്കറിയാവുന്നതല്ലേ അമ്മേ? എന്നത് ചുമ്മാ പറയുന്നാടാ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ആ ഇത് ശരിക്കും നിങ്ങളുടെ അമ്മ തന്നെയാണത്? എന്തുവാടാ? എന്നാലും അതല്ല, സ്വന്തം മകന്റെ കൂട്ടുകാരൻ വീട്ടിൽ വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറുന്നത്? എടേ നിന്നെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ, വേറെ ആരോടും ഈ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക്. അത് ശരി, അപ്പൊ നിങ്ങളിങ്ങനെ അറിഞ്ഞോണ്ട് വിളിച്ചു വരുത്തിയതാണ്. എന്തോന്നാടേ ഇത്? നീ ഇപ്പൊ അമ്മയെക്കാനും വലിയ കഷ്ടമാണല്ലോ. അല്ലെങ്കിൽ എനിക്കറിയാം പ്രകാശി, നിങ്ങൾക്ക് ഈ കാര്യം കാണുന്നവരെയുള്ള ഇതേ ഉള്ളൂ. കാര്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കറിവേപ്പില നമ്മളെടുത്ത് ദൂരെ കളയും. ഡേ ഒരു മാതിരി ചങ്ങിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ. എനിക്ക് നീ കഴിഞ്ഞിട്ടില്ലേ ആരും. ഇവിടെ പറയുന്നത് എന്താ അറിയോ? നീ വിളിക്കുമ്പോ ദേ ഭാര്യ വിളിക്കുന്നു, ദേ ഭാര്യ വിളിക്കുന്നു. ഒരുപാട് അങ്ങ് പതപ്പിക്കല്ലേ. പതപ്പിച്ചൊന്നുമല്ല, ഫോൺ നീ കഴിഞ്ഞിട്ടുള്ളൂ. ഫോൺ മല്ലടിക്കും. ഇന്നലെ ഒരു സ്ഥലത്തിന്റെ 4 സെന്റ് കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടീമാന്ന് തോന്നുന്നു. എടുത്തു. ഹലോ, എന്നാ പറ്റി? കസ്റ്റമർ കെയർ. എന്തുവാണ് ഇതിപ്പോ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക? അവരുടെ ജോലിയല്ലേ പ്രകാശ്, അവരെപ്പോഴും വിളിക്കും. എന്നാൽ ഈ ഏത് നേരവും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? മോശം അഭിപ്രായം. ആ പിന്നെ ചെവി മുതൽ തലച്ചോറ് വരെ അടിച്ചു പോകും. എടാ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. പിന്നെ ഈ പെണ്ണുങ്ങളുണ്ടല്ലേ, ചില പെണ്ണുങ്ങളെ ഏത് സമയം ഫോൺ ഗുണഗുണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് അതിനെ കുറിച്ചുള്ള അഭിപ്രായം വളരെ മോശം അഭിപ്രായം ആണല്ലേ. പിന്നെ കുഴപ്പം എന്തുവാ? കാലം ശരിയല്ലേ പ്രകാശി. കാലത്തിന് എന്തുവാടേ കുഴപ്പം? ഓ, ഒന്നും അറിയാൻ മേലാത്ത പോലെ ഈ പെണ്ണുങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിട്ടേ ഓരോരുത്തർമാരെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അത് ശരി. ഈ പറ്റിക്കാൻ നടക്കുന്നമാരെ ആദ്യം പെണ്ണുങ്ങളുടെ നമ്പർ എവിടുന്നേലും സംഘടിപ്പിക്കും, പിന്നെ ഒരു ഹായ് അയക്കും, പിന്നെ ഗുഡ് മോർണിംഗ് അയക്കും, പിന്നെ ഗുഡ് നൈറ്റ് അയക്കും. അവന്മാർക്ക് ഈ കല്യാണം കഴിച്ചോരോ കഴിക്കാത്തവരോ അങ്ങനെയൊന്നും അവന്മാർക്ക് നോട്ടമില്ല. അതിന് തിരിച്ചു മറുപടി അയക്കാതിരുന്ന പോരെ? മനുഷ്യനല്ലേ, ഒരു ദുർബല നിമിഷത്തിൽ അയച്ചു പോയാലോ? അയക്കൂല്ലേ? പിന്നെ അത് അയച്ചു പോകും. പിന്നെ ഈ ഹായും ഗുഡ് നൈറ്റ് ഒക്കെ എവിടെ ചെന്ന് അവസാനിക്കണമെന്നറിയോ? ഒളിച്ചോട്ടത്തിൽ ചെന്ന് അവസാനിക്കും. ഒളിച്ചോടുവോ? പിന്നെ ഒളിച്ചോടുവന്നു. നമ്മുടെ ആ ഷാപ്പില് കള്ളു വെക്കാൻ വേണ്ടി നിൽക്കുന്ന ചെല്ലപ്പൻ എന്ന് പറഞ്ഞൊരുത്തനില്ലേ, വെള്ളം, അവന്റെ ആ വളപ്പിൽ താമസിക്കണേ, അവന്റെ ഭാര്യ ഇതുപോലെ തന്നെ ഫോണുകളിൽ ഒരുത്തനെ ആയിട്ട് പരിചയപ്പെട്ടാണ് ഒളിച്ചോടി കളഞ്ഞു. അവര് കിളവി 52 വയസ്സില്ലേടാ അവർക്ക്. ഇവർക്ക് ഇത് ഇങ്ങനെയൊന്നും ഇല്ല പ്രകാശി. ഈ സോഷ്യൽ മീഡിയയിലെ ഒരു ചെറിയ ഇതല്ലേ ഇത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവന്റെ അവസ്ഥ ഇപ്പൊ കണ്ടിട്ടുണ്ടോ? അവൻ ഷാപ്പിൽ തന്നെ കള്ളു കുടിച്ച് അവിടെ തന്നെ കിടപ്പാ. ജീവിതം പോയി അവന്റെ. എനിക്ക് നീ ഇവിടെ ഞാനിപ്പോ എനിക്ക് എന്ത് പറ്റി? കക്കൂസി പോണോ? പോരാ, 5 മിനിറ്റ് നീ ഇവിടെ. പെട്ടെന്നൊരു കക്കൂസി പോകും. ആ തള്ള ചിലപ്പോ വല്ല സോപ്പ് പൗഡറും കലക്കി കൊടുത്തു കാണും. അവരതിനും മടിക്കത്തില്ല. വയറുവേദന എങ്ങനെയുണ്ട്? ആരുടെ? നിങ്ങളല്ലേ വയറിന് സുഖമില്ലാന്ന് പറഞ്ഞ് ഇപ്പൊ അകത്തേക്ക് ഓടിയത്? മറന്നുപോയി. ഓക്കെ, അടിപൊളി, കുഴപ്പമില്ല. ഇപ്പൊ എന്നാ പറയാ, ഈ ഫുഡിൽ മൊത്തം മായല്ലേ, അതിന്റെ ആയിരിക്കോളൂ. ഫുഡ് മാത്രമല്ല, മൊത്തത്തിൽ മനുഷ്യരും എല്ലാരും മായവാ. അതന്നെ പ്രകാശ് അങ്ങനെ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു മായുള്ളൊരു മനുഷ്യനല്ല, ഞാൻ കളങ്കമില്ലാത്തൊരു മനുഷ്യനാണ്. എടേ, നിന്നെ ഉദ്ദേശിച്ചാണ് നിന്നോട് പറയുവോ പൊട്ടാ? ഇപ്പൊ അല്ലെങ്കിൽ ലോകം മുഴുവൻ മായല്ലേ. അതെ. പിന്നെ നീ നേരത്തെ പറഞ്ഞ ചെല്ലപ്പന്റെ കാര്യമില്ലേ? ഏത് ചെല്ലപ്പൻ? ഇടം ഭാര്യ, അത് നമ്മുടെ ഷാപ്പിലെ വിൽപ്പനക്കാരൻ ചെല്ലപ്പൻ. അതേപോലത്തെ ഒരു വിഷയം എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. നിങ്ങളുടെ ഞാൻ അറിയാത്ത ഏത് കൂട്ടുകാരൻ? എടേ, എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ സുമേഷ്. നിങ്ങൾ കോളേജിലൊക്കെ പോയിട്ടുണ്ടോ പ്രകാശ്? അത് ശരി. അപ്പൊ ഞാൻ ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ കോളേജിൽ പോകാൻ നടന്നവനാന്ന് നിന്റെ വിചാരം അല്ലേ? ഡിഗ്രി ഉണ്ടേ. അതിപ്പോ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു? സ്റ്റേജ്? എന്റെ പ്രകാശ്, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ കൂട്ടുകാരന് ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവനിപ്പോ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു? ഫോൺ വിളിയാണോ, മെസ്സേജ് അയപ്പാണോ, അതോ ഒളിച്ചോട്ടത്തിന്റെ വക്കിലെത്തിയോ? മെസ്സേജ് അല്ല, ഫോൺ വിളിയില്ല. ഫോൺ വിളി ഉണ്ടെങ്കിൽ മെസ്സേജ് അയപ്പ് വേണം. ആണോ? മെസ്സേജ് അയപ്പ് ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഒളിച്ചോട്ടാ. വേണം കൂട്ടാ. നിങ്ങൾ എന്നെ കിടന്ന് വിളിച്ചിട്ട് എന്നാ കാര്യമുള്ളത്? എടാ, ഒരു വഴി പറഞ്ഞതാ. ഇതേ നിങ്ങളുടെ കൂട്ടുകാരന്റെ കഴിവുകേടാണ് ഇത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. വേണോ? ഒറ്റ വഴിയുള്ളൂ, ഡിവോഴ്സ് ചെയ്ത് കളയാൻ പറ. കണ്ണിച്ചോറിയില്ലാതെ ഡിവോഴ്സ് ചെയ്ത് കളയാനൊക്കെ പറയുന്നത്?
നമ്മളപ്പോ ഒന്ന് ഒന്നിപ്പിച്ചെടുക്കാനുള്ള മാർഗ്ഗമല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ചാട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞ പോലെയാണല്ലോ. എന്റെ കൂട്ടുകാരനല്ലേടാ, എന്റെ എന്ന് വെച്ചാൽ നിന്റെ കൂട്ടുകാരൻ, നമ്മുടെ കൂട്ടുകാരനല്ലേ. ആ 3-4 പിള്ളേരൊക്കെ ഉണ്ടാ, നമ്മൾ അവരുടെ പിള്ളേരുടെ ഭാവിയൊക്കെ ആലോചിക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, അവരെ ഫോൺ മേടിച്ചങ്ങ് തല്ലിപ്പൊടിച്ച് കളയാൻ പറ. അതായിട്ട് പാത്തിരുന്ന് നോക്കണം. അവര് ഈ ഫോൺ വച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുക്കളയിലും തുണി നനക്കാനും ഒക്കെ പോവുമല്ലോ, അപ്പൊ തപ്പിയെടുത്ത് പൊട്ടി. അത് അവനോട് നോക്കാൻ പറ. അതെ, അവനെ ഉപദേശിക്കണം. ഉപദേശിക്കണം. എന്താ അച്ഛനെ കൊണ്ട്, അച്ഛന് മൂത്ത സന്താനല്ലേ, മൂത്ത മോൻ, അച്ഛനെ കൊണ്ട് കുത്തുവാല എടുപ്പിക്കും. എന്തുവാടേ വല്ല മനസ്സിലാകുന്ന പാട്ടിലും പറ. സഞ്ജു ഏട്ടൻ അച്ഛനെ കൊണ്ട് കുത്തുവാല എടുപ്പിക്കും. എങ്ങനെ കുത്തുവാല എടുപ്പിക്കും? സഞ്ജു ഏട്ടനെ സിനിമ കഴിഞ്ഞിട്ട് സഞ്ജു ഏട്ടന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കഴിപ്പിക്കാൻ പോയതാ. അതിന് നീയും തീരെ മോശമൊന്നും അല്ലല്ലോ കഴിപ്പിന്റെ കാര്യത്തില്. വേണുവങ്ങളോട് ആരെങ്കിലും ചോദിച്ചാ അച്ഛമ്മ പറഞ്ഞില്ലേ വേണുവങ്ങള് ഇവിടെ കാലുകൂട്ടാൻ പറ്റൂലെന്ന്. പോയി 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 പോയി. നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കാൻ പറ്റിയിരിക്കുവായിരുന്നു. നിന്നോട് ആദ്യം പ്രകാശിയെ വിളിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ അച്ഛമ്മേനെ വിളിച്ചോണ്ട് വന്നത്? അവന് തോന്നിയോണ്ട്. ഇവനെ ഒന്ന് ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാനുണ്ട്. ഇവനെ ഞാൻ ഉപദേശിച്ചു, എന്നെ അവൻ വഴി തെറ്റിക്കും. ഇനി നീ ഇവിടെ കുറച്ചു നേരം ഉണ്ടല്ലോ, നീ അവനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കും. ഞാൻ ഇപ്പൊ വരാം. നന്നാക്കണം കേട്ടാ. ആയിക്കോട്ടെ. എന്നിട്ട് പിൻവാങ്ങാവൂ. അയ്യോ പടമണി, നിന്നെ ഈ വേണുവങ്ങൾ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാട്ടാ. ഒരു മിനിറ്റ്, ആദ്യം വേണുവങ്ങള് നന്നാവും, എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വാ. വെള്ളം അടിച്ചിട്ട് നാറിയിട്ട് മണമുണ്ട്. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല.